നമസ്കാരം. പാഠം 4-ന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാം, കുട്ടികൾ എവിടെയുണ്ടോ അവിടെ പാഠം 4 ഉണ്ട്. അതുകൊണ്ട് തന്നെ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന കൊല്ലത്താണ് ഇന്ന് പാഠം 4 ഉള്ളത്. എവിടെ പോകും, ഏത് മത്സരം കാണും എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ. കഴിവുള്ളവരാ നമ്മളുടെ എല്ലാവരുടെയും കൂട്ടത്തിലുണ്ട്. അവരാണ് ചെയ്തത്, ഞാനല്ല. സങ്കല്പത്തിലെ മജ്ജയും മാംസവും ഇല്ലാത്ത പാവ പക്ഷിയാണ് ഞാൻ. യെസ്, നാടക മത്സരം. ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരം എന്നാണ് ഇന്നത്തെ ഗ്ലാമർ ഐറ്റം. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ആ വേദിയിൽ തന്നെയാണ് ഒരുപാട് തിരക്കുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അവിടെയുള്ള കാഴ്ചകളും കുട്ടികളുടെ അഭിപ്രായങ്ങളും നമുക്ക് കേൾക്കാം. പോവാം. ആ മനോഭാവം മാറിയിട്ടില്ലെങ്കിൽ നമ്മുടെ തെരുവുകളിൽ ഇനിയും പെൺകുട്ടികൾ കൂടിത്തുണിയില്ലാതെ വീഴ്ചയിൽപ്പെടും. കത്തിച്ചറിയേണ്ടത് നാടകത്തിനല്ല, പെണ്ണിന്റെ മാനത്തിന് കടലാസിന്റെ വില പോലും നൽകാത്ത മനസ്സായാണ്. സ്ത്രീയുടെ മാംസത്തോടുള്ള പുരുഷന്റെ ആസക്തിക്ക് കാലവർക്ക് ഭേദമില്ലെന്ന് ഒരിക്കൽ കൂടി തെളിച്ചിരിക്കുകയാണ്. എല്ലാ ചിന്താഗതികളും മാറണം. പെണ്ണിന്റെ ശരീരത്തിന് വില പറയുന്ന കുണ്ടേച്ചൽക്കത്രേ നമുക്ക് നാടകം കളിക്കണം. നമുക്ക് നാടകമില്ല. കത്തിച്ചളയേണ്ടത് നാടകത്തിനെയല്ല, പെണ്ണിന്റെ മാനത്തിന് കടലാസിന് വില പോലും നൽകാത്ത മനസ്സാണ്. വയനാട്ടിൽ നിന്ന് ചുരം ഇറങ്ങി വന്ന കുറച്ച് നാടകക്കാരെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഗംഭീര നാടകം കഴിഞ്ഞ് ക്ഷീണത്തിലാണ് എങ്കിലും നമ്മളോട് സംസാരിക്കും. നമുക്ക് ആദ്യം കുട്ടികളിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ മാഷിലേക്ക് പോവാം. മാഷെ, ഗംഭീര നാടകമായിരുന്നു, കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടികളുടെ പെർഫോമൻസ്? കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്തു. അവര് സാധാരണ കളിക്കുന്നതിന്റെ മേലെ തന്നെ കളിച്ചു. ഇവിടെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. വേറൊരു വൈബാണ്. ആണല്ലോ, അവിടെ ചെന്നപ്പോ അവർക്കത് കിട്ടി. പ്രത്യേകിച്ച് ഓമാധവന്റെ മണ്ണിൽ നിൽക്കുമ്പോ എന്താ മാഷിന് എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും വളരെ അഭിമാനം തോന്നുന്നുണ്ട്. പിന്നെ അതിന്റെ വേദിന്റെ പേര് പോലും ഓമാധവൻ. അത് ഞാൻ വന്നപ്പോ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു നാടക കുടുംബമാണ്, നാടകം മാത്രമല്ല. ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് പോലും ഓമാധവന്റെ നാടകത്തിലെ പാട്ടാണ്. അതെ, എനർജി ഒക്കെ സ്റ്റേജിൽ കളഞ്ഞോ? ഇല്ല, അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രീതിയിൽ തന്നെ നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് ഇത്രയും നമ്മളിപ്പം സബ് ജില്ല സ്റ്റേറ്റ് എന്ന് നമ്മൾ എത്തി ഇവിടെ എല്ലാം നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്ത് അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു എനിക്ക് തോന്നുന്നു. ഇവരുടെ സബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകത എല്ലാ കാലത്തും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു നിങ്ങളുടെ അല്ലേ? എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു മോളെ? ഞങ്ങൾ നല്ല എഫോർട്ട് എടുത്ത് ചെയ്തു. ഭയങ്കര സന്തോഷമുണ്ട്. ഉള്ളിൽ ഇവിടം വരെ എത്താൻ പറ്റി. ഞങ്ങൾ നല്ല മനോഹരമായി ചെയ്തു. നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഈ സബ്ജക്റ്റിനെ കുറിച്ച് എന്താ പറയുക? ആരാ എന്നോട് പറയുന്നത് സബ്ജക്റ്റിനെ കുറിച്ച്? ഒരുപാട് പേര് ഈ
ഫോട്ടോസ്, പല കുട്ടികളെ റേപ്പ് ചെയ്ത് ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. സോ നമുക്ക് അവർക്കൊരു മെസ്സേജ് കൊടുക്കുന്നതാണ് ആക്ച്വലി ഈ ഒരു നാടകം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ നാടകത്തിന് ഫസ്റ്റിനെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു ഇഷ്യൂ ആണ് ഞങ്ങൾ എടുത്ത് ചെയ്യുന്നത്. പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്. അവസാന വർഷം ഇവിടെ ഈ മണ്ണിൽ നിൽക്കാൻ പറ്റുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നാടകവും അത്രയും നല്ലൊരു ടീമുമായിട്ടാണ് സാർ ഞങ്ങളുടെ അടുത്ത് വന്നത്. അപ്പോൾ ഞങ്ങൾ കഥ ദളിത് യുവതിക്ക് സംഭവിക്കുന്ന സെക്ഷൽ അബ്യൂസാണ്. പക്ഷെ ഞങ്ങൾ അവസാനം പറയുന്നുണ്ട് ചെന്നായ്ക്കളുടെ ക്യാമറ പൊരുതാൻ ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും എല്ലാ പെൺകുട്ടികൾക്കും കഴിയണം എന്നുള്ളത്. അപ്പോൾ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. നിങ്ങളുടെയൊക്കെ നിങ്ങൾ വയനാട്ടിൽ നിന്ന് വന്നിട്ട് കൊല്ലത്ത് വന്നിട്ട് എങ്ങനെയുണ്ട് വൈബ്? വയനാടാണ് നല്ലത്. കൊല്ലം അത്ര കാലാവസ്ഥ പക്ഷെ കൊല്ലം കണ്ട ഇല്ലം വേണ്ടെന്നൊക്കെയാണല്ലോ പറയുന്നത്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്നാണ്. ഇവർക്ക് ഇല്ലം മതി എന്നാണ് അവർ പറയുന്നത്. അവരുടെ ഇല്ലം തന്നെ മതി എന്നാണ് പറയുന്നത്. അപ്പോ ഞങ്ങളെയും കൂടെ ഇടയ്ക്ക് മാധ്യമങ്ങളെ ഇടയ്ക്കൊന്ന് ആക്കിയതുപോലൊക്കെ തോന്നിയായിരുന്നു. ആണോ? പക്ഷെ കൊണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു കുട്ടികളുടെ ഗംഭീരമായിട്ട് നന്നായിട്ട് അവർ ചെയ്തു. അവർ സാധാരണ പിന്നെ സ്റ്റേജിലെത്തുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോഴേ നമുക്ക് മനസ്സിലാവും. എങ്കിലും അവർ പ്രാക്ടീസ് സമയത്തുള്ളതിനേക്കാളൊക്കെ നന്നായിട്ട് അവർ പെർഫോം ചെയ്തു തന്നെയാണ്. ഈ ഒരു വിഷയം എടുക്കുമ്പോൾ ഇത്രയും പെൺകുട്ടികളെ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതെ, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഈ വിഷയം പറയേണ്ടതും. കാരണം അവരുടെ വിഷയങ്ങൾ അവർ തന്നെ സംസാരിക്കണം. നാടകത്തിലും അത് പറയുന്നുണ്ട്. അപ്പൊ സ്ത്രീ സംഘടന ഒരു നാടകം കളിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ത്രീകൾ ഒബ്ജക്റ്റീവൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അവർ തന്നെയാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികളെ മുഴുവൻ സെലക്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് തന്നെ ഈ വിഷയം പറയും. എനിക്കൊന്ന് മോൾ നേരത്തെയും നാടകം ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ വന്നിട്ടുണ്ടോ? ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നു തീം? എന്തായിരുന്നു അത്? ഇവിടുന്ന് ഭയങ്കര വ്യത്യാസമായിരുന്നോ? സ്ത്രീകളുടെ ഉന്നമനമായിരുന്നു. സ്ത്രീകളുടെ ഉന്നമനം അകത്തുള്ളിൽ ഒരു അങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഒരു ആക്ടിവിസം കിടപ്പുണ്ടോ? സ്ത്രീകളുടെ ഉന്നമനം ഈ കളിച്ച് ചിലപ്പോൾ നമ്മൾ ആ കഥാപാത്രമാകുമെന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഉണ്ടോ? ആണോ? ആഹാ, അതിനുവേണ്ടി വെട്ടിയതാണോ? നിങ്ങളിത് കാണുക. നല്ല പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ വിചാരിച്ചതിലധികം നിന്നും വന്നു. ഈ തലയിടിച്ച് വീണെന്നൊക്കെ പറഞ്ഞപ്പോ ടെൻഷനായോ? ഒന്ന് ടെൻഷനായി. നല്ല ടെൻഷനായി. അതുപോലെ ഞങ്ങൾ പേടിച്ചിരിക്കുകയായിരുന്നു എന്താ സംഭവിക്കുന്നത്. പക്ഷെ അവൾ അത് ഉൾക്കൊണ്ട് അത് ആ നാടകത്തിന്റെ ഭാഗമാക്കി മാറ്റാനായിട്ട് അവൾക്ക് കഴിയും. അതൊരു ഞങ്ങൾക്കൊരു വിശ്വാസമായിരുന്നു. ആണല്ലേ? വയനാട്ടിലോട്ടൊരു കോള് പോയോ? നന്നായിട്ട് ചെയ്തു നമ്മുടെ കുട്ടികളെന്ന് കോള് പോയി ഉണ്ട്. ആഹാ, ഓക്കെ. ആണോ? ഓ, ശരി ശരി. നിങ്ങളുടെ പ്രിൻസിപ്പല്. ഓ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും സപ്പോർട്ടും കിട്ടുന്നത്. വേറെ എന്തെങ്കിലുമൊക്കെ ഇവന്റ് ഉണ്ടോ നിങ്ങളുടെ അവിടെ നിന്ന് തന്നെ? 20 ഐറ്റം ഉണ്ട്. ഗംഭീര സ്കൂളാണ്. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ് കേട്ടോ. നാടകവുമായി അഭേദ്യമായ ബന്ധമുള്ള കൊല്ലത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം എത്തുമ്പോൾ നാടകം കാണാനായി ഈ വേദിയിലേക്ക് എത്തുന്നത് ഇവിടുത്തെ ജനപ്രതിനിധികളടക്കം സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേരാണ്. ഇത് മാത്രമല്ല, കൊല്ലത്ത് ഇത്തരത്തിലൊരു കലോത്സവം എത്തുമ്പോൾ നാടകത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന സാധാരണക്കാരും ഈ വേദിയിലേക്ക്, എനിക്ക് പിന്നിൽ കാണുന്ന ഈ വേദിയിലേക്ക്, അതും ഒ മാധവന്റെ പേരിലുള്ള ഈ വേദിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം കുട്ടികൾ നാടകത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സുന്ദരമായ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിറഞ്ഞ് തുളുമ്പുന്ന കൊല്ലത്തിൻ്റെ പാരമ്പര്യം, നാടക പാരമ്പര്യം വിളിച്ചോതുന്ന തരത്തിലുള്ള ഓഡിയൻസ്. നമ്മൾ മനസ്സുകൊണ്ട് ഇതിനൊരു കയ്യടി കൊടുക്കണം എന്ന് പറയുന്നതിന് മുമ്പ്, ആഗ്രഹിക്കുന്നതിന് മുമ്പ്, ചിന്തിക്കുന്നതിന് മുമ്പ് ഓഡിയൻസ് ഒന്നടക്കം കയ്യടിക്കണം. അങ്ങനെ കയ്യടികൾ നിറഞ്ഞ നാടക മത്സരം, അത്രമാത്രം പെർഫെക്ഷനോടുകൂടിയാണ് നാടക മത്സരവും നാടകത്തിനെ ഇവർ കാണുന്നതെന്ന് ഓർക്കുമ്പോൾ ശരിക്കും നാടക ലോകത്തിന് വലിയ വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിയുന്നു. കേരള നാടകം ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളുടെ കയ്യിൽ പോലും ഭദ്രമാണ്. സ്കൂൾ നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മളെപ്പോലുള്ളവർക്ക് ഭയങ്കര എനർജി ഉണ്ടാക്കുന്ന ഒരു സ്പേസാണ് സ്കൂൾ നാടകം. കാരണം കേരളത്തിലെ എല്ലാ ഫെസ്റ്റിവലുകളിലും ഏറ്റവും കൂടുതൽ പങ്കാളിത്തം ഉണ്ടാകുന്നത് സ്കൂൾ നാടകങ്ങളാണ്. അമ്മാതിരിയുള്ള എനർജറ്റിക് ആയിട്ടുള്ള പ്ലേകളും പെർഫോമൻസുകളും സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒക്കെ എപ്പോഴും അങ്ങനെ ഒരു ആശ്വാസമുണ്ട്. കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഞാൻ എൻ്റെ സിനിമകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. എങ്ങനെ ഞാൻ നന്നാവണമെന്ന് ആഗ്രഹിക്കാം. അപ്പോൾ ഇപ്പോഴുള്ള നാടകം കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്ത് വ്യത്യസ്തമായ ശൈലിയിലാണ് പിള്ളേർ നാടകങ്ങൾ അവതരിപ്പിക്കുന്നത്. അവരുടെ പെർഫോം വളരെ കൃത്യമായ പൊളിറ്റിക്സ് പറയുന്ന നാടകങ്ങളാണ്. ജീവിതത്തെ പറയുന്ന, ഭൂമിയെ പറയുന്ന, മണ്ണിനെ സ്നേഹിക്കുന്ന നാടകങ്ങളാണ് കണ്ടത്. സ്നേഹം ആ കുട്ടികളുടെ വലിയ ആദരവാണ് തോന്നുന്നത്. അങ്ങനെയാണ് നടന്മാരും നടിമാരും. അവർ ജീവിക്കും.
നിങ്ങൾ അഭിനയിക്കും. എങ്ങനെയുണ്ട് കൊല്ലത്ത് കലോത്സവം വന്നിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ. ഏത് സ്കൂളാ? മൺട്രോത്തുരുത്തിൽ നിന്നാണ് വരുന്നത്. എല്ലാം പരിപാടി എല്ലാം കാണുന്നുണ്ടോ? ഹലോ, എങ്ങനെയുണ്ട് കലോത്സവം? എങ്ങനെയുണ്ട് കൊല്ലം? അടിപൊളിയാണോ? അങ്ങനെ നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടി ഞാനൊരു കള്ളനാവാൻ തീരുമാനിച്ചു. കള്ളന്റെ മോനാ ഞാൻ. നിങ്ങൾ കൂട്ടിയ ഏത് കൂട്ടും ഈ കോഴിത്തൂവൽ കൊണ്ട് ഇനി തുറക്കപ്പെടും. ഓളം മണം എൻ്റെ മൂക്കിലേക്ക് വന്നാല് ഞാൻ അറിയാണ്ടൊരു മണവാളനായി പോവും. മണവാളന്റെ വേഷോട്ട് പാട്ടും പാടി പറമ്പ് മുഴുവൻ മണ്ടി നടക്കും. അപ്പൊ കോഴിക്കോട് കൊക്കല്ലൂർ സ്കൂളിൽ നിന്നെത്തി നാടകം തകർത്തഭിനയിച്ച പ്രതിഭകൾ അവര് ക്ഷീണിച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഗംഭീര പ്രകടനമായിരുന്നു, നിറഞ്ഞ കയ്യടിയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് അവരിലേക്ക് പോവാം. എങ്ങനെയുണ്ടാണ്? എഴുതിയത് സംവിധാനം ചെയ്തത് അവരിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഞങ്ങളുടെ നാടകം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. വെച്ചാൽ ഒരു സ്വന്തം ഐഡന്റിറ്റിന്റെ ക്രൈസിസ്, അങ്ങനെ ഒരു മെസ്സേജ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. എന്നിട്ട് ഈ ഓരോ തവണ വരുമ്പോഴും ഭയങ്കര കയ്യടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ സ്റ്റേജിൽ. എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ ഭയങ്കര രോമാഞ്ചൊക്കെ വന്നോ? സന്തോഷം. പ്രാക്ടീസ് ചെയ്തതിലും കൂടുതൽ നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞോ? പ്രാക്ടീസ് ചെയ്തതിലും എല്ലാം ഒരുപോലെ ആയിരുന്നു. നന്നായിട്ട് ചെയ്യാൻ പറ്റി. ലിയോന ഇതിന് വേണ്ടിട്ടാണോ മുട്ടയടിച്ചത്? ആത്മാർത്ഥം നോക്കി. ഇത് എപ്പോഴും എന്നാ മുട്ടയടിച്ചത്? ഇത് ഞങ്ങള് സബ് ജില്ലയിൽ കളിക്കുന്ന സമയത്ത് അടിച്ചാണ്. ജില്ലയിലെ ഒന്നുകൂടി അടിച്ചു. ഇന്നലെ രണ്ടാമത് മൂന്നാമത് ചെയ്തു. അത് കൊള്ളാം. അപ്പൊ 3 തവണ ചെയ്തു. 3 തവണ നാടകത്തിന് വേണ്ടി മുട്ടയടിച്ചു. അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? എങ്ങനെയുണ്ട് പെർഫോമൻസ്? നന്നായി ചെയ്യാൻ പറ്റിയോ? സമയം പാലിക്കാൻ പറ്റിയോ? സമയം പാലിക്കാൻ പറ്റും. നമുക്ക് സാറിൻ്റെ അടുത്തൊന്ന് ചോദിക്കാം ഇവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു? പക്ഷേ കുട്ടികൾ കളിച്ചിട്ട് എങ്ങനെയുണ്ടായി ഫീൽ? അവർ എന്തായാലും ഗംഭീരമായിട്ട് കളിക്കുന്നത് ഉറപ്പായിരുന്നു. അത്രയും പ്രാക്ടീസ് ചെയ്യും, അവർക്ക് കൃത്യമായിട്ട് നാടകം എന്താണെന്ന് അറിയാം, എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയാം. കാരണം അവരിലൂടെയാണ് ഈ നാടകം രൂപപ്പെട്ടു വന്നത്. അതുകൊണ്ട് അവർ മോശമാക്കൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. മാഷിന് പഴയ ഓർമ്മകളൊക്കെ വന്നോ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോ? ഞങ്ങൾ എല്ലാ കലോത്സവത്തിനും വരുന്നുണ്ട്. മികച്ച നടനായിട്ട് ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ തന്നെ പഠിച്ച 2013 അവിടെ സ്റ്റേറ്റിൽ നാടകം കളിച്ച. 2013. ഓ ശരി ശരി. അതിനുശേഷം പിന്നെ അവിടുത്തെ നാടകത്തിന്റെ കൂടെ തന്നെ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. നമ്മൾ എഴുതിയൊരു ടെക്സ്റ്റ് ആക്ടേഴ്സിലൂടെ കടന്നു വരുമ്പോഴാണ് അത് നാടകത്തിന് യഥാർത്ഥത്തിൽ രൂപം പ്രാപിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ പ്രത്യേകിച്ച് ഇത് കുട്ടികളുടെ നാടകമായിരുന്നില്ല, എഴുത്തുകാരെന്നുള്ള നില അത് ഇവര് കുട്ടികളുടെ നാടകവേദിക്ക് വേണ്ടി ഒതുക്കി അവര് പറയുന്ന കഥകളായി, അവരുടെ പ്രണയമായി, അവരുടെ എക്സ്പ്രഷനായി, അവരനുഭവിക്കുന്ന പല സോഷ്യൽ സിസ്റ്റത്തിന്റെ ചില സൂചകങ്ങളായിട്ടൊക്കെ ഇത് മാറുമ്പോൾ വലിയ സന്തോഷമുള്ള കാര്യം. എത്ര നാളെ റിഹേഴ്സൽ ചെയ്തതൊക്കെ? ഞങ്ങൾ ഏകദേശം 5 മാസം. 5 മാസോ? ശരാ, പകുതി വർഷം എന്നൊക്കെ പറയാം. ഒരാളുടെ ഹെയർ സ്റ്റൈൽ ഒക്കെ ഇതൊക്കെ ഇതെങ്ങനെയാ പറഞ്ഞു ഒപ്പിച്ച് ചെയ്തത്? അല്ല, ഇത് മുടി വെട്ടാൻ പോയപ്പോ പുള്ളി വന്നിരുന്നോ? സാറ് വന്നിരുന്നു? പുള്ളി തന്നെ ചെയ്തതെന്നാണ്. നന്നായിട്ട് കളിക്കാൻ പറ്റി. ഇത്രയും പ്രതീക്ഷയില്ല. ഭയങ്കര ഓഡിയൻസിന്റെ സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചതിലും വളരെ ഗംഭീരമായിരുന്നു. ഒരുപാട് മുത്തശ്ശിമാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് ഗംഭീരായിരുന്നു, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് സൈക്കോ സോഷ്യൽ സർവീസ് സ്കീമിന്റെ കൗൺസിലിംഗ് ഹെൽപ്പ് ഡെസ്ക്.
കുട്ടികൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പിരിമുറുക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ഡെസ്ക് തന്നെ ഈ വേദിക്ക് അരികിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് അവരെങ്ങനെയൊക്കെയാണ് കുട്ടികളെ സഹായിക്കുന്നത് നോക്കാം. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലാണ് നിങ്ങളുള്ളത്. ഈ ഡെസ്ക് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് നാടകവേദിക്ക് അരികിലാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, പലരും പൊളിറ്റിക്കലി കൃത്യമായിട്ട് ധാരണയുള്ള കുട്ടികളാണ് മത്സരിക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗം കൂടി ആകുമ്പോൾ അങ്ങനെ. അപ്പോൾ അവരുടെ വിഷയങ്ങളും അങ്ങനെയായിരുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണം, സോഷ്യൽ മീഡിയ, അതൊക്കെ വലിയ വിഷയമായിട്ടുള്ള നാടകങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് അത്തരത്തിലുള്ള നിങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ്. തന്നെയാണ് നമ്മുടെ ലക്ഷ്യവും. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്ന മാഡം കാണുമ്പോൾ അറിയാം, നമ്മുടെ കയ്യിലിരിക്കുന്ന ബുക്ക്ലെറ്റ്സ് പോലും ഏകദേശം അത് തന്നെയാണ്. ഒരു സോഷ്യൽ ആക്ടിവിറ്റീസ് ഉള്ള ഒരു പ്രമേയമാണ് അവരെടുത്തതെങ്കിൽ അതിനെ നിയമപരമായിട്ടും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഡെസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരെ ചേർത്ത് പിടിക്കുക. ചിലപ്പം ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ വിഷമങ്ങൾ കൊണ്ട് അവർ സൂയിസൈഡ് ടെൻഡൻസി കാണിക്കുന്ന കുട്ടികളുണ്ടാവാം. പെട്ടെന്നുണ്ടാവുന്ന ഒരു നേട്ടത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കാം. കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരായിരിക്കും. എല്ലാവരും ഉണ്ടാവണമെന്നില്ല, എങ്കിൽ പോലും ഉണ്ടാവാം. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മളിവിടെ ഒരുമിച്ച് കൂടി അപ്പം അതുകൊണ്ട് നമ്മളിവിടെ സിഗ്നേച്ചർ ക്യാമ്പയിൻ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഈ സിഗ്നേച്ചർ ക്യാമ്പയിൻ ഇതൊക്കെ വെച്ചാൽ നമ്മുടെ ടീം അവരോടൊപ്പം തന്നെ ഏതൊരവസ്ഥയിലും 24 hours കൂടെ ഉണ്ട്. എന്ത് വിഷമം വന്നാലും ഒറ്റയ്ക്കല്ല, ഒപ്പമുണ്ട് ഞങ്ങൾ എന്നുള്ള ഒരു ഒറ്റ മുദ്രാവാക്യത്തോട് കൂടിയാണ്. സ്റ്റേറ്റിൽ വന്നിട്ട് എങ്ങനെയുണ്ട് റെസ്പോൺസ്? കുട്ടികൾ വരുന്നുണ്ടോ? ഇന്നലെ ഞങ്ങൾക്ക് അധികം അങ്ങനെ വലിയ കേസസ് നമുക്ക് വന്നിട്ടില്ല, എന്നാലും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതലും അല്ലാതെ പുറത്ത്, അതായത് ഞാൻ എവിടെ ഈ സേവനം ഞങ്ങൾക്ക് ലഭ്യമോ ഓരോ വീടുകളിൽ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ഞാനിത് ആരെയും കോൺടാക്ട് ചെയ്യണം ഇതൊക്കെ അറിയാനായിട്ട് കുറേ ആൾക്കാർ വരാറുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോഴാണ് അവർ ചിലപ്പോൾ ഒരു കൗതുകത്തോടായിരിക്കും എന്താണ് 4 പേര് ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ എന്താ എല്ലാം കൗൺസിലേഴ്സ് ആണ്. എല്ലാവരും പല സ്കൂളുകളിലെ കൗൺസിലേഴ്സ് ആണ്. വന്ന് കഴിയുമ്പോഴായിരിക്കും അവർ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരും. അങ്ങനെ ചോദിക്കുന്നത് അങ്ങനെ രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളായിട്ടൊക്കെ ഇടപെടുമ്പോൾ. നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിൽ കുട്ടികളോട് ചിലപ്പോൾ ഇത് എന്താണ് നിങ്ങൾ എല്ലാ സ്കൂളുകളിലും ഉണ്ടോ, ഇതെന്താണ് സംഭവം, ഈ സൈക്കോ എന്താണ് ചോദിച്ചിട്ടുണ്ട്. ഇത് മൊത്തം സൈക്കോ ആണല്ലോ. ഇന്നലെയൊക്കെ 2 കുട്ടികൾ ഇതിലെ കൂടെ പോയിട്ട് വായിച്ചു നോക്കിയിട്ട് ഉച്ചത്തോടെ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ രസകരമായിട്ടുണ്ട്. ഇവിടെ ലീഫിലേക്ക് നിങ്ങൾ എങ്ങനെയായിരിക്കുന്നത്, മൊത്തം ഇങ്ങനെയാണോ? എങ്ങനെയുണ്ട് ടീച്ചർ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് വന്നിട്ട്? നല്ലതാണ്. കുട്ടികളെയൊക്കെ സംസാരിക്കാൻ കിട്ടിയോ? അതോ സ്റ്റേറ്റ് ഈ പറഞ്ഞ പോലെ അവിടെ തൊട്ട് ഇവിടെ വരെയുള്ള കുട്ടികളുണ്ട്, പല സ്വഭാവക്കാരുണ്ട്, അവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. കണ്ണിൽ കാണാണ് നോവാണ് ഉയിരിൽ നോവാണ് ശമ്പളം മേടിച്ചിട്ട് രാത്രി തന്നെ വരാം. പരിചയപ്പെടാൻ പോകുന്നത് തിരുവനന്തപുരത്ത് നിന്നെത്തിയ കാർമലിലെ പെൺപുലികളാണ്. അവരുടെ സാറുമാരും. പക്ഷെ എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ് കുട്ടികളുടെ? നന്നായി ചെയ്തു, ഞങ്ങൾ കണ്ടിരുന്നു. എങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചതോ അതുപോലെ അവർക്ക് എത്താൻ കഴിഞ്ഞോ? സമയമൊക്കെ കീപ്പ് ചെയ്യാൻ കഴിഞ്ഞോ? തീർച്ചയായിട്ടും 2-3 മാസമായിട്ടുള്ളൊരു
പരിശീലനമാണ്. അതെ അതെ. അതിന്റെ ഭാഗമായിട്ട് അവരിപ്പോ എന്താ പറയാ കൃത്യമായിട്ട് ട്രാക്കിലായിട്ടുണ്ട്. വെറുതെ ഒരു നാടകം കളിച്ചു പോകാതെ മുത്തങ്ങ പോലൊരു വിഷയം എടുത്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടെ കളിച്ചപ്പോൾ എന്താ തോന്നിയത്? കുട്ടികൾക്കത് അവർക്ക് അതിലേക്ക് കിട്ടിയിട്ടാണല്ലോ അവർ ഇത്ര നന്നായി പെർഫോം ചെയ്തത്. എന്താ അതിനെക്കുറിച്ച് പറയാം? നിങ്ങളുടെ സബ്ജക്റ്റിനെ കുറിച്ച് പറയും. PV ഷാജികുമാറിന്റെ അസാധു എന്ന് പറഞ്ഞ കഥേനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇവരുടെ അടുത്ത് നാടകം ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ തന്നെ 1-2 സബ്ജക്റ്റുകളാണ് മനസ്സിലുണ്ടായിരുന്നത്. അതിപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ ഇവരിതിലേക്ക് എന്താ പറയാ ഇവരാണ് പെട്ടെന്ന് ഇതിലേക്ക് എടുത്ത് ഞാൻ മ്യൂസിക് ചെയ്ത മിഥുനാണ്, മിഥുൻ മലയാളം. മിഥുൻ പറഞ്ഞ മിഥുനോട് ഞങ്ങൾ സംസാരിക്കും. മിഥുൻ പറഞ്ഞ ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പിന്നെ ഈ കാലം കുട്ടികൾ അറിയേണ്ടതാണ്. കാരണം 20 വർഷം കഴിഞ്ഞിട്ടും മുത്തങ്ങിയ സമരമായി അവരിപ്പോൾ എവിടെയെന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അതിപ്പോൾ കാരണം നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പക്ഷം പിടിച്ചിട്ടല്ല ഇത് പറയുന്നത്. ഇതൊരു ഹ്യൂമൻ പൊളിറ്റിക്സ് ആണ് കൂടുതൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ സാറിനെ പോലെ ഇത്രയും സപ്പോർട്ടീവായിട്ട് നമ്മൾ ആദ്യം നാടകത്തിലോട്ട് വന്നപ്പോൾ നമ്മളെല്ലാവരും അത്ര നന്നായി ചെയ്യുന്നവരൊന്നും അല്ലായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞങ്ങൾ നിൽക്കുന്നുണ്ട്. അതായത് ഞങ്ങളുടെ മാക്സിമം ഞങ്ങളിപ്പോൾ ഇട്ടിട്ടുണ്ട്. അത്രയും ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സാറിൻ്റെ മാത്രം കഴിവാണ്. സാറാണ് ഞങ്ങൾ ഇത്രയും മോൾഡ് ചെയ്തെടുക്കുന്നത്. മാഷ എപ്പോഴും ഈ സൗണ്ടിനും ഇതിനൊക്കെ പരാതി എപ്പോഴും വരാറുള്ള ഒരു നാടകമാണല്ലോ വേദി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ സ്റ്റേജ്? കൊല്ലം എങ്ങനെയുണ്ട്? കൊല്ലം അടിപൊളിയാണ്. പിന്നെന്താ വെച്ചാൽ ഇതൊരു പെൺകുട്ടികളെ കൊണ്ട് ഇങ്ങനെ ഒരു നാടകം സാധ്യമാക്കി എടുത്തു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവര് പെൺകുട്ടികൾ മാത്രമാണെന്നുള്ള ഒക്കെ മറന്നിട്ടാണ് കണ്ടിരുന്ന പോലെ തോന്നിയത്. ഭയങ്കര രസമായിരുന്നു. ഭയങ്കര പിന്നെ ജിനേഷേട്ടനുമായിട്ടുള്ള വളരെ വർഷത്തെ ബന്ധമാണ്. 10-40-50 നാടകങ്ങളോളം ഇപ്പൊ കഴിഞ്ഞു. അതിന്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ സംസ്ഥാന കലോത്സവം മത്സരമില്ലാത്തൊരു വേദിയല്ലേ, അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഇവര്. ആരെയും തോൽപ്പിക്കാനില്ല, നാടകം കളിക്കുക, സന്തോഷത്തോടെ തിരിച്ചു പോരുക എന്നുള്ള ഉദ്ദേശം മാത്രമാണുള്ളത്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. തുടങ്ങുമ്പോഴേ നമ്മൾ കരയാൻ തുടങ്ങുകയാണോ? അത്രയ്ക്കും അവര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ കാണിച്ചത്. അവര് ചെയ്ത അത്രയും വന്നില്ലെങ്കിലും നമുക്ക് പറ്റാത്തോളം മാക്സിമം ഞങ്ങൾ ചെയ്തു. ഓക്കെ, സ്കൂളിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സ്കൂളിന്റെ നല്ല സപ്പോർട്ടാണ് നമുക്ക് ഇത്രയും ഒരു ചെയ്യാൻ പറ്റിയത്. ഈ സെറ്റ് എന്നൊക്കെ പറയുമ്പോഴും അതുപോലെ ഇങ്ങനെ ഒരു മാഷിനെ നമ്മുടെ സ്കൂളിൽ കൊണ്ടുവരാനും സ്കൂളിനെക്കാളും യൂത്ത് ഫെസ്റ്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കലോത്സവത്തിന്റെ കാര്യം ഞങ്ങളുടെ സ്കൂൾ ഭയങ്കര പ്രയോറിറ്റി, സ്റ്റഡീസിന്റെ കൂടെ തന്നെ പ്രയോറിറ്റി കൊടുക്കും. അത് കയറുന്ന സമയത്ത് നമ്മുടെ ശരിക്കും ആൾക്കാരാണ്, നമ്മൾ ആ ക്യാരക്ടേഴ്സ് ആണ്. നമ്മൾ അതേ ഫീലിങ്സ് ദേഷ്യം വരും നമുക്ക് ചില സമയത്ത് പിടിക്കാൻ പിടിച്ചില്ലല്ലോ. ഈ വില്ലന്മാരാണ് ചില സമയത്ത് ദേഷ്യം വരും. അടി കൊടുക്കാൻ വരെ ചില ആൾക്ക് നല്ല കിട്ടാറുണ്ട്. എന്താണ് വല്ല എന്തെങ്കിലുമൊക്കെ പറ്റിയോ? പരിക്ക് പ്രശ്നമില്ലായിരുന്നു. അപ്പൊ അടിപൊളിയായിട്ട് ഇരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടോ. നന്നായിരുന്നു. താങ്ക് യു സോ മച്ച്. കേരളത്തിലേറെ ആരാധകരുള്ളൊരു കലയാണ് നാടകം. അത് മത്സരവേദിയിലേക്ക് എത്തിയപ്പോഴും ആശയത്തിലും അഭിനയത്തിലും വലിയ മികവ് കാഴ്ചവെക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞു. പാഠം 4ന്റെ സ്പെഷ്യൽ കലോത്സവ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.